പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2 വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിരുന്നു. ഇനി 3-ാമത്തെ വീഡിയോയിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. Rachel, an engineering student, was asked to make a model shaped like a cylinder with 2 cones attached at its 2 ends by using a thin aluminum sheet. The diameter of the model is 3 cm and its length is 12 cm. If each cone has height 2 cm, find the volume of the air contained in the model that the Rachel made. Assume that the outer and inner dimensions of the model are nearly the same. ഇതാണ് ചോദ്യം. Rachel, an engineering student, was asked to make a model shaped like a cylinder with 2 cones attached at its 2 ends by using a thin aluminum sheet. The diameter of the model is 3 cm and its length is 12 cm. If each cone has a height of 2 cm, find the volume of the air contained in the model that Rachel made. Assume that outer and inner dimensions of the model to be nearly same. ഇതാണ് ചോദ്യം. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് ഇതുപോലൊരു മോഡൽ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരു സിലിണ്ടർ, അതിൻ്റെ മുകളിലും ഒരു കോണ്, താഴെയും ഒരു കോണ്. മുകളിലും താഴെയും വരുന്ന കോണുകളുടെ ഹൈറ്റ് അവർ പറയുന്നു 2 സെൻറ്റിമീറ്ററാണ്. കോണുകളുടെ ഹൈറ്റ് 2 സെൻറ്റിമീറ്ററാണ്. അതുപോലെ സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ ഓഫ് ദ മോഡൽ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുന്നത് 1.5 ആണ്. മൊത്തം മോഡലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്ററാണ്. 12 സെൻറ്റിമീറ്ററാണ് മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ 2 സെൻറ്റിമീറ്റർ വരും, ഇവിടെ 2 സെൻറ്റിമീറ്റർ വരും. അതുകൊണ്ട് സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ബാക്കി 8 ആയിരിക്കും. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 12-ൽ നിന്ന് 2 + 2 4 കുറയ്ക്കുകയാണെങ്കിൽ ബാക്കി 8 ആയിരിക്കും ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും. മുകളിൽ വന്നിരിക്കുന്ന അപ്പോൾ ഈ മോഡലിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ഒരു സിലിണ്ടർ, അതിൻ്റെ മുകളിലും താഴെയും 2 കോണുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. കോണുകളുടെ ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ 3 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് റേഡിയസ് എന്ന് പറയുന്നത് 1.5 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ മോഡലിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അതിൽ ഇവിടെ 2 സെൻറ്റിമീറ്റർ കോണിൻ്റെ ഹൈറ്റ് വരും, ഇവിടെ 2 സെൻറ്റിമീറ്റർ കോണിൻ്റെ ഹൈറ്റ് വരും. 2 + 2 4. ഇപ്പോൾ 12-ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 8 ആയിരിക്കും ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ മോഡലിനുള്ളിൽ വരുന്ന എയറിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് ഈ മോഡലിൻ്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതി. ഈ വോളിയം എന്താണോ, ഈ മോഡലിൻ്റെ വോളിയം എന്താണോ അത് തന്നെ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ വരുന്ന എയറിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ ഈ മോഡലിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ദ മോഡൽ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ സിലിണ്ടർ ABCD എന്ന സിലിണ്ടറിൻ്റെ വോളിയം പ്ലസ് വോളിയം ഓഫ് ദ കോൺ AEB എന്ന് പറയുന്ന കോണിൻ്റെ വോളിയം പ്ലസ് വോളിയം ഓഫ് ദ കോൺ CFD. അപ്പോൾ ഈ മോഡലിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ ഈ സിലിണ്ടറിൻ്റെ വോളിയവും മുകളിലും താഴെയും വന്നിരിക്കുന്ന കോണുകളുടെ വോളിയവും ആഡ് ചെയ്താൽ നമുക്ക് ആ മോഡലിൻ്റെ വോളിയം കിട്ടും. ആദ്യം നമുക്ക് സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുന്നത് πr² ആണ് നമുക്കറിയാം. π എന്ന് പറയുമ്പോൾ 22/7. ഇവിടെ r എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പോൾ 1.5ൻ്റെ സ്ക്വയർ ഇൻറ്റു h എന്ന് പറയുന്നത് ഇവിടെ 8 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 56.57 cm³ എന്ന് കിട്ടും. ഇനി മുകളിലുള്ള AEB എന്ന് പറയുന്ന കോണിൻ്റെ വോളിയം കാണാം. വോളിയം ഓഫ് ദ കോൺ AEB ഈക്വൽസ് 1/3 πr² ആണ്. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു 22/7 ഇൻറ്റു r എന്ന് പറയുന്നത് 1.5 ആണ്. ഇവിടെ 1.5ൻ്റെ സ്ക്വയർ ഇൻറ്റു 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4.71 cm³ എന്ന് കിട്ടും. ഇനി വോളിയം ഓഫ് ദ കോൺ CED എന്ന് പറയുന്ന താഴത്തെ കോൺ, മുകളിലത്തെ കോണും താഴത്തെ കോണും ഒരുപോലത്തെ കോണുകളാണ്. അതുകൊണ്ട് തന്നെ താഴത്തെ കോണിൻ്റെ വോളിയം എന്ന് പറയുന്നതും ഇത് തന്നെ ആയിരിക്കും. 4.71 cm³ തന്നെ ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ഇൻ 1. ഇതെല്ലാം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വോളിയം ഓഫ് ദ മോഡൽ എന്ന് പറയുന്നത് ഈക്വൽസ് 56.57 പ്ലസ്
4.71 plus 4.71, that is equal to 65.99 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതാണ് മോഡലിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ ആയിരിക്കും ആ മോഡലിൻ്റെ ഉള്ളിൽ വരുന്ന എയറിൻ്റെ വോളിയം എന്ന് പറയുന്നത്. വോളിയം ഓഫ് ദി എയർ കണ്ടെയ്ൻഡ് ഇൻ ദ മോഡൽ, വോളിയം ഓഫ് ദ എയർ കണ്ടെയ്ൻഡ് ഇൻ ദ മോഡൽ ഈസ് ഈക്വൽ ടു 65.99 സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: എ പെൻ സ്റ്റാൻഡ് മെയ്ഡ് ഓഫ് വുഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്യൂബോയിഡ് വിത്ത് 4 conical depressions to hold the pens. With 4 conical depressions to hold the pens. The dimensions of the cuboid are 15 cm by 10 cm by 3.5 cm. The radius of each depression is 0.5 cm and depth is 1.4 cm. Find the volume of the wood in the entire stand. ഇതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ ഞാൻ വായിക്കാം. എ പെൻ സ്റ്റാൻഡ് മെയ്ഡ് അപ്പ് ഓഫ് വുഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്യൂബോയിഡ് വിത്ത് 4 conical depressions to hold the pens. The dimensions of the cuboid are 15 cm by 10 cm by 3.5 cm. The radius of each depression is 0.5 cm and the depth is 1.5 cm. Find the volume of the wood in the entire stand. ഇതാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ ഒരു ക്യൂബോയിഡ് വുഡ് കൊണ്ടുണ്ടാക്കിയ ഒരു ക്യൂബോയിഡാണ്. ആ ക്യൂബോയിഡിൻ്റെ മുകളിൽ 4 കോണിക്കൽ ഡിപ്രഷൻസ് ഉണ്ട്. ഒരു പെൻ സ്റ്റാൻഡാണ്. ആ പെൻ സ്റ്റാൻഡിൻ്റെ ഷേപ്പ് ഒരു ക്യൂബിൻ്റെ ഷേപ്പ്, ഒരു ക്യൂബോയിഡിൻ്റെ ഷേപ്പാണ്. വുഡ് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ക്യൂബോയിഡിൻ്റെ ഷേപ്പാണ്. അതിൻ്റെ മുകളിൽ 3 കോണിക്കൽ ഡിപ്രഷൻസ് ഉണ്ട്. പെൻ നമ്മൾ വെക്കാൻ വേണ്ടിയുള്ള 3 കോണിക്കൽ ഡിപ്രഷൻസ് ആണ് ഉള്ളത്. ഈ ക്യൂബോയിഡ്, വുഡ് ക്യൂബോയിഡിൻ്റെ നീളവും വീതിയും പൊക്കവും തന്നിട്ടുണ്ട്. ഹൈറ്റ് 15 ആണ്, എൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്, എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഈ ഓരോ കോണിക്കൽ ഡിപ്രഷൻ്റെയും റേഡിയസ് 0.5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ എൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ക്യൂബോയിഡ്, വുഡിലുള്ളൊരു ക്യൂബോയിഡാണ്. അത് ഉപയോഗിച്ചൊരു പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് 4 കോണിക്കൽ ഡിപ്രഷൻസ് ഉണ്ടാക്കുന്നു. 4 കോണിക്കൽ ഡിപ്രഷൻസ് അവിടെ ഫോം ചെയ്യുന്നു. പെൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഈ 4 കോണിക്കൽ ഡിപ്രഷൻസ് അവിടെ ഫോം ചെയ്യുന്നു. നമുക്ക് ഈ പെൻ സ്റ്റാൻഡിൻ്റെ വോളിയമാണ്, ടോട്ടൽ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വോളിയം ഓഫ് ദ വുഡ് ഇൻ ദ സ്റ്റാൻഡ് ഈ സ്റ്റാൻഡിലുള്ള വുഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ ക്യൂബോയിഡ് മൈനസ് 4 ഇൻറ്റു വോളിയം ഓഫ് ദ കോണിക്കൽ ഡിപ്രഷനാണ്. വോളിയം ഈ പെൻ സ്റ്റാൻഡിനകത്തുള്ള വുഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ ക്യൂബോയിഡ് മൈനസ് 4 ടൈംസ് ദ വോളിയം ഓഫ് ദ കോണിക്കൽ ഡിപ്രഷനാണ്. 4 ടൈംസ് ദ വോളിയം ഓഫ് ദ കോണിക്കൽ ഡിപ്രഷനാണ്. അത് വ്യക്തമാണ്. ഈ പെൻ സ്റ്റാൻഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ക്യൂബോയിഡിൻ്റെ വോളിയത്തിൽ നിന്ന് ഈ 4 ഡിപ്രഷൻസിൻ്റെ വോളിയം സബ്ട്രാക്ട് ചെയ്താൽ മതി. അതാണ് നമ്മളോട് ചെയ്തിരിക്കുന്നത്. വോളിയം ഓഫ് ദ വുഡ് ഇൻ ദ സ്റ്റാൻഡ് is equal to volume of the cuboid minus 4 into volume of the conical depression. Call it as equation number 1. ഇനി വോളിയം ഓഫ് ദ ക്യൂബോയിഡ് എന്ന് പറയുന്നത് is equal to LBH ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ദാറ്റ് is equal to 15 into 10 into 3.5, ദാറ്റ് is equal to 525 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇനി വോളിയം ഓഫ് ദ കോണിക്കൽ ഡിപ്രഷൻ, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കോണിക്കൽ ഡിപ്രഷൻ്റെ വോളിയം എന്ന് പറയുന്നത് 1/3 πr²h ആണ്. 1/3 πr²h, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 22/7 ഇൻറ്റു 0.5 സ്ക്വയർ ഇൻറ്റു 1.4, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.37 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതാണ് ഒരു കോണിക്കൽ ഡിപ്രഷൻ്റെ വോളിയം എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ഇൻ 1, ഇതെല്ലാം 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ വോളിയം ഓഫ് ദ വുഡ് ഇൻ ദ സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിൽ അവശേഷിക്കുന്ന ഈ വുഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് is equal to 525 minus 4 into 0.37 ആണ്. ദാറ്റ് ഈസ് 525 മൈനസ് 1.48 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 523.52 സെൻറ്റിമീറ്റർ ക്യൂബാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. A vessel is in the form of an inverted cone. Its height is 8 cm and
Radius of its top, which is open, is 5 centimeter. It is filled with water up to the brim. When lead shots, each of which is a sphere of radius 0.5 centimeter, are dropped into the vessel, 1/4 of the water flows out. Find the number of lead shots dropped in the vessel. ഇതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. എ വെസൽ ഈസ് ഇൻ ദ ഫോം ഓഫ് ആൻ ഇൻവേർട്ടഡ് കോൺ. ഒരു വെസൽ അതിൻ്റെ ഷേപ്പ് ഒരു കോണിക്കൽ ഷേപ്പാണ്. ഇതിനകത്ത് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് ഓഫ് ദ ടോപ്പ് വിച്ച് ഈസ് ഓപ്പൺ. ഒരു കോണിക്കൽ വെസൽ, അതിൻ്റെ ടോപ്പ് ഓപ്പൺ ആണ്. അതിൻ്റെ ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ അപ് ടു ദ ബ്രിം. ഇത് കംപ്ലീറ്റ് നമ്മൾ വെള്ളം കൊണ്ട് ഫില്ല് ചെയ്യുന്നു. വെൻ ലെഡ് ഷോട്ട്സ്, each of which is a sphere of radius 0.5 centimeter, is dropped into the vessel, 1/4 of the water flows out. Find the number of lead shots dropped in the vessel. ഒരു കോണിക്കൽ വെസൽ, അതിനകത്ത് വെള്ളം നിറച്ചിരിക്കുന്നു. ഈ കോണിക്കൽ വെസലിനകത്ത് വെള്ളം നിറച്ചിരിക്കുന്നു. ഫുൾ അതിൻ്റെ അറ്റം കംപ്ലീറ്റ് ആയിട്ട് വെള്ളം നിറച്ചിരിക്കുന്നു. ഇതിനകത്ത് സ്പെരിക്കൽ ഷേപ്പിലുള്ള ലെഡ് ഷോട്ടുകൾ നമ്മൾ ഇടുന്നു. ഏതാനും ലെഡ് ഷോട്ടുകൾ, സ്പെരിക്കൽ ഷേപ്പുള്ള 0.5 റേഡിയസ് ഉള്ള ഏതാനും സ്പെരിക്കൽ ഷേപ്പുള്ള 0.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ലെഡ് ഷോട്ടുകൾ നമ്മൾ ഇതിനകത്ത് ഇടുന്നു. അതിൻ്റെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര ലെഡ് ഷോട്ടാണ് ഇടുന്നതെന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെ ലെഡ് ഷോട്ടുകൾ ഇടുമ്പോൾ ഇതിനകത്തെ 4/1 വെള്ളം വെളിയിലോട്ട് പോകും. 1/4 ഓഫ് ദ വാട്ടർ ഫ്ലോസ് ഔട്ട്. അപ്പോൾ 0.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഏതാനും ലെഡ് ഷോട്ടുകൾ നമ്മൾ ഇതിനകത്തേക്ക് ഇടുമ്പോൾ ഇതിനകത്തെ വെള്ളം 4/1 തുളുമ്പിപ്പോകും. 4/1 വെള്ളം തുളുമ്പിപ്പോവുകയാണെങ്കിൽ എത്ര ലെഡ് ഷോട്ടുകളായിരിക്കും നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ഹൈറ്റും 5 സെൻറ്റിമീറ്റർ റേഡിയസും ഉള്ള ഒരു കോണിക്കൽ വെസൽ, അതിനകത്ത് വെള്ളം നിറച്ചിരിക്കുന്നു. ഈ കോണിക്കൽ വെസലിൻ്റെ ബ്രിമ്മ് വരെ വെള്ളം നിറച്ചിരിക്കുന്നു. ഇതിനകത്തേക്ക് നമ്മൾ സ്പെരിക്കൽ ഷേപ്പിലുള്ള ലെഡ് ഷോട്ടുകൾ 0.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ലെഡ് ഷോട്ടുകൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ 4/1 വെള്ളം വെളിയിലേക്ക് പോകുന്നു. 4/1 വെള്ളം വെളിയിലേക്ക് ഓവർഫ്ലോ ചെയ്ത് പോകുന്നു. 4/1 വെള്ളം വെളിയിലോട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ എത്ര ലെഡ് ഷോട്ടുകളായിരിക്കും നമ്മൾ ഇതിനകത്ത് ഇട്ടതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ കോണിക്കൽ വെസൽ എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് ഓഫ് ദ കോണിക്കൽ വെസൽ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വോളിയം ഓഫ് ദ കോണിക്കൽ വെസൽ എന്ന് പറയുന്നത് 1/3 πr² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 22/7 ഇൻറ്റു 5² എന്ന് പറയുമ്പോൾ ഇവിടെ 25 ഇൻറ്റു 8. ദാറ്റ് ഈസ് ഈക്വൽ ടു 209 209.52 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതാണ് വോളിയം ഓഫ് ദ വെസൽ എന്ന് പറയുന്നത്. അത് തന്നെ ആയിരിക്കും വോളിയം ഓഫ് ദ വാട്ടർ ഇൻസൈഡ് ദ വെസൽ എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം ഓഫ് ദ വെസൽ തന്നെയാണ് വോളിയം ഓഫ് ദി വാട്ടർ ഇൻസൈഡ് ദ വെസൽ എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം ഓഫ് ദി വാട്ടർ ഇൻസൈഡ് ദ വെസൽ ഈസ് ഈക്വൽ ടു 209.52 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇനി വോളിയം ഓഫ് ദ വാട്ടർ ഫ്ലോഡ് ഔട്ട്, വെളിയിലോട്ട് പോയ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഇതിൻ്റെ 4/1 ഇതിൻ്റെ 4/1 പറയുമ്പോൾ 209.52 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 52.38 ആണ്. ഇതാണ് നമ്മൾ ലെഡ് ഷോട്ടുകൾ ഇടുമ്പോൾ, സ്പെരിക്കൽ ലെഡ് ഷോട്ടുകൾ ഇടുമ്പോൾ വെളിയിലേക്ക് തുളുമ്പിപ്പോയ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 52.38 ആണ്. ഇനി റേഡിയസ് ഓഫ് ദി ലെഡ് ഷോട്ട് എന്ന് പറയുന്നത് 0.5 സെൻറ്റിമീറ്റർ ആണ്. ഇനി വോളിയം ഓഫ് ദ ലെഡ് ഷോട്ട്, ഒരു ലെഡ് ഷോട്ടിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. സ്പെരിക്കൽ ലെഡ് ഷോട്ട് ആയതുകൊണ്ട് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4/3 ഇൻറ്റു 22/7 ഇൻറ്റു 0.5 ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.52 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇതാണ് ഒരു ലെഡ് ഷോട്ടിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ലെഡ് ഷോട്ട് ഇട്ടാലായിരിക്കും 52.38 സെൻറ്റിമീറ്റർ ക്യൂബ് വെള്ളമാണ് വെളിയിലോട്ട് പോകുന്നത്? എത്ര ലെഡ് ഷോട്ട് ഇട്ടാലായിരിക്കും 52.38 സെൻറ്റിമീറ്റർ ക്യൂബ് വെള്ളം വെളിയിലേക്ക് പോകുന്നതെന്നറിയാൻ നമ്പർ ഓഫ് ലെഡ് ഷോട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് ലെഡ് ഷോട്ട്സ് ഡ്രോപ്ഡ് ഇൻ ദ വെസൽ, ആ വെസലിനകത്ത് എത്ര ലെഡ് ഷോട്ടുകൾ ഇട്ടാലായിരിക്കും ഈ 52.38 സെൻറ്റിമീറ്റർ ക്യൂബ് വെള്ളം വെളിയിലേക്ക് പോകുന്നതെന്നറിയാൻ വോളിയം ഓഫ് ദ ലെഡ് ഷോട്ട് ഡ്രോപ്ഡ് ഇൻ ദ വെസൽ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി വാട്ടർ ഫ്ലോഡ് ഔട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് 1 ലെഡ് ഷോട്ട്. വെളിയിലോട്ട് പോയ വെള്ളത്തിൻ്റെ വോളിയത്തെ ഒരു ലെഡ് ഷോട്ടിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ലെഡ് ഷോട്ടുകൾ
ഇട്ടാലായിരിക്കും അത്രയും വെള്ളം വെളിയിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ number of the lead shots dropped in the vessel is equal to volume of the water flowed out divided by volume of one lead shot. That is equal to 52.38 divided by 0.52 divide ചെയ്യുമ്പോൾ 100.73. that is നമ്മൾ റൗണ്ട് ചെയ്ത് പറയാം 100. that is equal to 100. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും 4/1 വെള്ളം തുളുമ്പി പോകണമെങ്കിൽ നമുക്ക് ഇടേണ്ട ലെഡ് ഷോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 100 ആണ്. 100 ലെഡ് ഷോട്ട്സ് ഇട്ടാലാണ് 100 ലെഡ് ഷോട്ടുകൾ ഇടുമ്പോഴാണ് ഈ 4/1 വെള്ളം വെളിയിലോട്ട് തുളുമ്പി പോകുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ സോളിഡ് iron pole consists of a cylinder of height 220 cm and base radius 24 cm, which is surmounted by another cylinder of height 60 cm and radius 8 cm. Find the mass of the pole given that 1 centimeter cube of the iron has approximately 8 gram mass. Use pi is equal to 3.14. Question ഒന്നുകൂടെ വായിക്കാം. A solid iron pole consists of a cylinder of height 220 cm and a base radius 24 cm, which is surmounted by another cylinder of height 60 cm and radius 8 cm. Find the mass of the pole given that 1 centimeter cube of iron has approximately 8 gram mass. Use pi is equal to 3.14. അവർ പറഞ്ഞിരിക്കുന്ന ഒരു സോളിഡ് അയൺ പോളിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ആദ്യം ഒരു സിലിണ്ടർ, ആ സിലിണ്ടറിൻ്റെ റേഡിയസ് 12 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 220 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ മുകളിൽ ഒരു ചെറിയ സിലിണ്ടർ വെച്ചിരിക്കുന്നു, അതിൻ്റെ റേഡിയസ് 8 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു സിലിണ്ടറിൻ്റെ ഇതൊരു അയൺ പോളാണ്. അയൺ പോളിൻ്റെ ഷേപ്പിനെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു അയൺ സിലിണ്ടർ ആദ്യം, അതിൻ്റെ ഹൈറ്റ് 220 സെൻറ്റിമീറ്റർ, റേഡിയസ് 12 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ മുകളിൽ വേറൊരു അയൺ സിലിണ്ടർ ഫിക്സ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്, റേഡിയസ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. ഈ വലിയ സിലിണ്ടറിൻ്റെ മുകളിൽ ഇങ്ങനൊരു ചെറിയ സിലിണ്ടർ ഫിക്സ് ചെയ്താൽ കിട്ടുന്നതാണ് ഇവിടുത്തെ അയൺ പോൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ അയൺ പോളിൻ്റെ മാസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ 1 സെൻറ്റിമീറ്റർ ക്യൂബ് അയൺ പോളിൻ്റെ വെയിറ്റ് ഏകദേശം 8 ഗ്രാം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അയൺ പോളിൻ്റെ 1 സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8 ഗ്രാം ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ മൊത്തം മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിതിൻ്റെ മൊത്തം വോളിയം അറിയണം. ഇതിൻ്റെ മൊത്തം വോളിയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മൊത്തം മാസ് എത്രയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് വോളിയം ഓഫ് ദി അയൺ പോൾ. അയൺ പോളിൻ്റെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ പോൾ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ സിലിണ്ടർ PQRS, വോളിയം ഓഫ് ദ സിലിണ്ടർ PQRS plus volume of the cylinder ABCD. Call it as equation number 1. ഇനി വോളിയം ഓഫ് ദ സിലിണ്ടർ PQRS is equal to pi r square h ആണ്. That is equal to 3.14 into 12 square into 220. That is equal to 99,475.2 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഈ താഴത്തെ വലിയ സിലിണ്ടറിൻ്റെ വോളിയം. ഇനി വോളിയം ഓഫ് ദ സിലിണ്ടർ ABCD, മുകളിലത്തെ സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് pi r square h ആണ്. pi r square h, that is equal to 3.14 into 8 square into 60 ആണ്. That is equal to 12,057.6 സെൻറ്റിമീറ്റർ ക്യൂബാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ഇൻ 1. ഇതെല്ലാം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വോളിയം ഓഫ് ദ പോൾ, ആ പോളിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഈ രണ്ട് സിലിണ്ടേഴ്സിൻ്റെ വോളിയം ആഡ് ചെയ്താൽ മതി. അപ്പം 99,475.2 plus 12,057.6, that is equal to 1,11,532.8 സെൻറ്റിമീറ്റർ ക്യൂബാണ് അയൺ പോളിൻ്റെ വോളിയം എന്ന് പറയുന്നത്. 1 സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8 ഗ്രാം ആണ്. അപ്പോൾ ഇത്രയുമാണ് പോളിൻ്റെ വോളിയമെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നത്, 1 സെൻറ്റിമീറ്റർ ക്യൂബ് പോളിൻ്റെ മാസ് എന്ന് പറയുന്നത് 8 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 1,11,532.8 സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയമുള്ള ഈ പോളിൻ്റെ മാസ് എന്ന് പറയുന്നത് 8 into 1,11,532.8, that is equal to 8,92,292.4 ഗ്രാം ആയിരിക്കും. ഗ്രാമിൽ നമുക്ക് കിലോഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മളൊരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 892.26 കിലോഗ്രാം എന്ന് കിട്ടും. 892.26 കിലോഗ്രാം എന്ന് കിട്ടും.
ഇതാണ് ആ പെർട്ടിക്കുലർ അയൺ പോളിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക, വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുക്കുക, അത് പഠിച്ചു മാറുക. ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ.